ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് യമുനയാറ്റിലെ ഈരക്കാറ്റിലെ എന്ന സോങ്ങിന്റെ ഡാൻസ് ട്യൂട്ടോറിയലാണ്. ആ സോങ്ങിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ലൈൻസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യമുനയാറ്റിലെ യമുനയാറ്റിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് 1 2 ഇത് ചെയ്യാം. അതായത് യമുനയാറ്റിലെ കൈ രണ്ടും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കാം. ഇനി അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാലും മതി. ഇങ്ങനെ കൈകൾ ഇങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ചെറിയൊരു ജമ്പ് പോലെ ചെയ്യാം. ജസ്റ്റ് 1 2 ഇങ്ങനെ എടുത്ത് വെക്കരുത്. ചെറുതായിട്ട് 1 2 ഇങ്ങനെ ചെയ്യാം. യമുനയാറ്റിലെ പിന്നെ ഈരക്കാറ്റിലെ എന്ന് പറയുമ്പോൾ നമ്മൾ കാലുകൾ അങ്ങനെ തന്നെ വെച്ചാൽ മതി. കൈകൾ മാത്രം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുക്കിയിട്ട് താഴേക്ക് കൊണ്ടുവരാം. താഴേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്കൂടെ റൈറ്റ് സൈഡിലേക്ക് വരിക. ഈരക്കാറ്റിലെ പിന്നെ കണ്ണനോട് താനാട്. ആ സ്റ്റെപ്പിൽ നമ്മൾ കൈകൾ രണ്ടും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെയാണെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ നടുവിലത്തെ 3 വിരലും ഇങ്ങനെ മടക്കി പിടിക്കുക. ചെറുതായിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുക. ഈ 2 വിരൽ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. അതായത് നമ്മൾ ലെഫ്റ്റ് കൈ എടുത്തിട്ട് റൈറ്റ് സൈഡ് ഇവിടെ കവിളിന്റെ ചുണ്ടിന് താഴെയായിട്ട് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് കൈ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ടേക്ക് പിടിക്കാം. ഇനി വേറൊരു രീതിയിൽ പിടിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കാം. അതായത് ആദ്യത്തെ 2 വിരലുകൾ ഇങ്ങനെ പിടിക്കാം. 3ാമത്തെ വിരല് ഇങ്ങനെ താഴ്ത്തി കൊണ്ടുവരാം. ബാക്കി 2 വിരലും ഇങ്ങനെ തന്നെ വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെയും പിടിക്കാം. നേരത്തെ പിടിച്ച പോലെ തന്നെ, നേരത്തെ ഇങ്ങനെ പിടിച്ചില്ലേ അതുപോലെ തന്നെ 2 കൈകളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് ഇവിടെയും റൈറ്റ് ഹാൻഡ് ഇവിടെയായിട്ട് പിടിക്കുക. കുറച്ച് 2 രീതിയിൽ പിടിക്കുകയാണെങ്കിലും കൈകൾ രണ്ടും കുറച്ച് അകലത്തിൽ പിടിക്കുക. അടുത്തോട്ട് പിടിക്കരുത്, രണ്ടും കുറച്ച് അകലത്തിൽ പിടിക്കുക. അപ്പൊ കാലിന്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടക്കുക. 1 2 നമ്മൾ എന്താ പറയാ, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് 1 2 എന്ന് പറഞ്ഞ് നടക്കാതെ ആ ഒരു താളത്തിലൊന്നും നടക്കുക. താഴെ നമ്മൾ ലെഫ്റ്റ് കാലാണ് മുന്നിൽ വെച്ചത്, അപ്പൊ റൈറ്റ് കാല് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് താഴെ വെക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യിക്കാം. ശേഷം നമ്മൾ റൈറ്റ് കാല് എടുത്ത് വെക്കും. അതുപോലെ തന്നെ അപ്പോൾ ലെഫ്റ്റ് കാല് ചെറുതായിട്ട് ബാക്കിൽ നിന്ന് മൂവ് ചെയ്യിക്കാം. അപ്പൊ നമ്മൾ കൈകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ, അതായത് യമുനയാറ്റിലെ ഈരക്കാറ്റിലെ പിന്നെ കണ്ണനോട് താനാട്. കൈകൾ രണ്ടും ഇങ്ങനെ കൊണ്ടുവരാം. അതായത് 2 കൈകളും ജസ്റ്റ് ഈ സൈഡിലേക്ക് ചെറുതായിട്ട് ഈ സൈഡിലേക്ക് കൊണ്ടുപോവാം. പിന്നീട് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ പിടിക്കാം. നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ജസ്റ്റ് നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൈകൾ ഈ സൈഡിൽ നിന്ന് എടുത്ത് ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ണനോട് താനാട് ഇങ്ങനെ വരും. അതിനുശേഷം എന്താണ്, പാർവൈ പൂത്തിയിടാൻ. ജസ്റ്റ് നമ്മൾ റൈറ്റ് സൈഡ് 2 കൈയും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പൂവ് കാണിക്കാം. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യണം, 2 കൈകളും ഇങ്ങനെ പിടിക്കുക. മുട്ടിച്ച് പിടിക്കണ്ട, കുറച്ച് അകത്തിയിട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് പിടിക്കുക. രണ്ടും ഒരുപോലെ പിടിക്കാതെ ലെഫ്റ്റ് ഹാൻഡിന്റെ സൈഡിലായിട്ട് റൈറ്റ് കൈ ചെറിയതായിട്ട് സൈഡിലായിട്ട് പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് മുന്നോട്ടേക്കും ലെഫ്റ്റ് ഹാൻഡ് ബാക്കിലോട്ടേക്കും കറക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് മുകളിൽ കൊണ്ടുവരിക. പിന്നെ പൂവ് പിടിക്കുക. എങ്ങനെയാണ്, ഇങ്ങനെ പിടിക്കുക. റൈറ്റ് ഹാൻഡ് മുന്നിൽ, ലെഫ്റ്റ് ഹാൻഡ് ബാക്കിൽ, റൈറ്റ് ഹാൻഡ് മുകളിൽ, പിന്നെ പൂവ്. അത് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് മൂവ് ചെയ്തുകൊണ്ട് ഫ്രണ്ടിലേക്ക് വരിക. അപ്പൊ നമ്മൾ കാലുകൾ ഇങ്ങനെ വെച്ചാൽ മതി. അതായത് റൈറ്റ് കാല് ഇങ്ങനെ വെക്കുക, ലെഫ്റ്റ് കാല് എടുത്തിട്ട് വിരലുകളിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക.
നമുക്ക് വേണമെങ്കിൽ റൈറ്റ് കാലിനോട് ചേർത്തിട്ട് ഇങ്ങനെ വെക്കാം. ഇനി ചേർത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ വെച്ചാൽ മതി. നമ്മൾ ലെഫ്റ്റിൽ കൈയെടുത്തു, മുകളിലേക്ക് പുഷ്പം കാണിച്ചു. അപ്പൊ നമ്മൾ കാലുകൾ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ആ കാലുകളിലൊന്ന് ഇരുന്ന് കൊടുക്കുക. പിന്നെ പാർവി പൂത്തിട, പിന്നെന്താണ് പാതെ പാത്തിട, പാതെ പാത്തിട പാത. നമ്മളിങ്ങനെ വഴി കാണിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുക. രണ്ട് കൈകളും ഇങ്ങനെ കുറച്ചിങ്ങനെ അകലത്തിൽ പിടിച്ചിട്ട് ജസ്റ്റ് ഈ സൈഡിൽ പോവാ, ആ സൈഡിൽ പോവാ, പിന്നെ ഈ സൈഡിൽ പോവാ. അങ്ങനെ നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്താൽ മതി. ആദ്യം കയ്യിൽ നോക്കുക, പിന്നെ മുന്നിലേക്ക് നോക്കുക. അപ്പൊ പാർവി പൂത്തിട, പാതെ പാത്തിട, പിന്നെ പാവരാതയോ വാട. പിന്നെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് കൈകളിലും നേരത്തെ കാണിച്ചില്ലേ കൃഷ്ണനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മുദ്ര കാണിച്ചില്ലേ, ആ സെയിം മുദ്രയാണ് പിടിക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതിന് ശേഷം അവിടുന്ന് തന്നെ കൈ ഇങ്ങനെ കൊണ്ടുവരാം. അവിടുന്ന് തന്നെ കൈ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് താഴേക്ക് നോക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ലെഫ്റ്റ് കൈ മുകളിലും റൈറ്റ് കൈ താഴെയായിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ നമ്മൾ കാലുകൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മൾ ഇങ്ങനെയാണ് ഇരുന്നത്, ഇപ്പൊ നമ്മൾ ഇങ്ങനെ, അതായത് ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് ചേർത്ത് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. ചെറുതായിട്ടൊന്ന് ആ കാലുകളിൽ ഇരുന്ന് കൊടുക്കുക. താഴോട്ടേക്ക് നോക്കുക, ഇങ്ങനെ പിടിച്ചിട്ട്. അതിനുശേഷം ജസ്റ്റ് കൈകൾ രണ്ടും ഇങ്ങനെ ചെയ്യാം, ഈ സൈഡിലേക്ക് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ റൈറ്റ് കോർണറിലേക്ക് നോക്കുക. എങ്ങനെയാണ്? ജസ്റ്റ് കൈകൾ ഇങ്ങനെ പിടിക്കുക, രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഉള്ളത്. ആ രണ്ട് കൈയും എടുത്ത് താഴേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ച് നമ്മൾ റൈറ്റ് കോർണറിൽ മുകൾ വശത്തേക്ക് ഇങ്ങനെ നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഈ കൈ, അതായത് റൈറ്റ് കൈ ഈ സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പിടിക്കുക. അതായത് ഇരവും പോന്നത്, അവിടുന്ന് റൈറ്റ് കൈ മുകളിൽ കൊണ്ടുപോയിട്ട് സൈഡിൽ ഇങ്ങനെ, അതായത് നമ്മുടെ റൈറ്റ് കൈയുടെ മോതിര വിരലുണ്ടല്ലോ, ഇങ്ങനെ മടക്കിയിട്ട് പിടിക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലേക്കായിട്ട് ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് കൈ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ വിരലിന്റെ അടുത്ത് കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുക. പകലും പോന്നത്, എന്താണ്? ഇരവും പോന്നത്, പകലും പോന്നത്, പിന്നെ കൂടെ, എന്താണ്? മന്നൻ. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ വയ്ക്കുക, അതായത് നമ്മുടെ ലെഫ്റ്റ് മുട്ടിന്റെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ പിടിക്കുക. വിരലുകളെല്ലാം അടച്ചു വയ്ക്കുക. ഈ നമ്മുടെ തള്ളവിരൽ മാത്രം ഉയർത്തി വയ്ക്കുക. എന്നിട്ട് നെഞ്ചിന് നേരെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. നമ്മളിപ്പോ താഴോട്ട് നോക്കിയിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് നോക്കുക. അതുപോലെ തന്നെ കൈകള് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് തിരിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഷോൾഡറും കൂടി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. പിന്നെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ഈ സൈഡില് ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക. കാലുകള് നേരത്തെ വെച്ചില്ലേ അതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം, നമ്മുടെ കൈകളിലേക്ക് നോക്കുക. പിന്നെന്താണ്? ഇളയ കണ്ണിയിൽ ഇമിതിടാതെ കൺ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്, അവിടെ നമ്മൾ റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിലേക്ക് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് കൂടി ചെറിയൊരു മൂവ്മെന്റ് കൊടുക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കും ബോഡി ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ കൈകൾ വരുന്നത് ജസ്റ്റ് കണ്ണിന്റെ താഴെയായിട്ട് ഇങ്ങനെ വെക്കുക. ആദ്യം റൈറ്റ് കൈ വെക്കുക, പിന്നെ ലെഫ്റ്റ് കൈ വെക്കുക. ഇങ്ങനെയാണ് നേരത്തെ ആദ്യം കൃഷ്ണനെ കാണിച്ചില്ലേ, അതുപോലെ തന്നെ മൂന്ന് വിരലും ഇങ്ങനെ ചെറുതായിട്ട് മടക്കി പിടിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ്, പിന്നെ ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ താഴെ ആയിരിക്കും, എന്നാൽ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ രണ്ട് കൈകളും കണ്ണിന്റെ താഴെയായിട്ട് ഉണ്ടാവും. അടുത്ത വരുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ലെഗ് മൂവ്മെന്റ് വരുന്നത്. ആദ്യം റൈറ്റ്, പിന്നീട് ലെഫ്റ്റ്. നേരത്തെ നമ്മൾ കാലെടുത്തിട്ട്
ഇങ്ങനെ വെക്കുക ചെയ്തത്. ഇതിപ്പോ കാലെടുത്തിട്ട് വെക്കണ്ട, കാരണം നമ്മൾ ഓൾറെഡി ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് അവിടെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ റൈറ്റിലേക്ക് ജസ്റ്റ് ബോഡി മൂവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കാല് ചെറുതായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക. അതായത് ലെഫ്റ്റ് കാലിന്റെ മടമ്പ് ചെറുതായിട്ടൊന്ന് ഉയർത്തി കൊടുക്കുക. അതുപോലെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് കാല് അതുപോലെ തന്നെ വിരലിൽ കുത്തിയിട്ട് മടമ്പ് ചെറുതായിട്ട് ഉയർത്തി കൊടുക്കുക. സെയിം പോലെ തന്നെയാണ് കൈ പിടിക്കേണ്ടത്. തലയുടെ കുറച്ച് മുകളിലായിട്ട് വെക്കുക. നെറ്റിയുടെ ഇവിടെയായിട്ടല്ല പിടിക്കേണ്ടത്, കുറച്ച് മുകളിലായിട്ട് പിടിക്കുക, കുറച്ച് അകത്തിയിട്ട് പിടിക്കുക. ജസ്റ്റ് സൈഡിലേക്കായിട്ടല്ല നമ്മൾ തേടേണ്ടത്, ജസ്റ്റ് മുൻവശത്തേക്ക്, അതായത് റൈറ്റ് കോർണറിലേക്കായിട്ടാണ് നമ്മൾ തേടേണ്ടത് കേട്ടോ. അതിനുശേഷം വരുന്ന സെയിം ലൈൻസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇരവും പോന്നത്, അതിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് മുന്നിലേക്ക് വരിക. അതായത് ഇരവും പോന്നത് പകലും പോന്നത്, മുന്നിലേക്ക് 2 സ്റ്റെപ്പ് നടക്കുക. കൈകളുടെ സ്റ്റെപ്പ് ഒന്നുമില്ല. റൈറ്റ് കൈ എടുക്കുക, എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരിക. അതുപോലെ ലെഫ്റ്റ് കൈ എടുക്കുക, റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരിക. നമ്മൾ കുറച്ച് ചരിഞ്ഞിട്ട് നടക്കുക. ഇങ്ങനെയാണ് 1 പിന്നെ 2 ഇങ്ങനെ വരും. അതായത് റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു വെച്ചു. പിന്നീട് നമുക്ക് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ചെരിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ റൈറ്റ് കാലെടുത്തിട്ട് കുറച്ച് മുന്നിലേക്കായിട്ട് വെക്കുക, എന്നിട്ട് ലെഫ്റ്റ് കാലെടുത്ത് വെക്കുക. അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചരിയും. ഇങ്ങനെയാണ് 1 2, എന്നിട്ട് നേരെ നിൽക്കുക. 1 2 പിന്നെ സമത്തിൽ നിൽക്കുക. ഇതൊക്കെ സിമ്പിൾ സ്റ്റെപ്പുകളാണ്. അപ്പൊ ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും ചില ആൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാന്ന് നോക്കാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇരവും പോകുന്നത് പകലും പോകുന്നത്, പിന്നെ വീണ്ടും മന്നനില്ലയെ കൂടെ. ജസ്റ്റ് എന്ത് ചെയ്യണം? നേരത്തെ കാണിച്ച പോലെ തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട്. അത് റൈറ്റ് കയ്യിൽ സെയിം മുദ്ര തന്നെ, പക്ഷെ നമ്മൾ നേരത്തെ ഇവിടെ നെഞ്ചിന് നേരെയാണ് പിടിച്ചത്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് സൈഡിലായിട്ട് പിടിക്കുക, എന്നിട്ട് കൈ നേരത്തെ വെച്ച പോലെ തന്നെ ഇവിടെ തന്നെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. അരമണ്ഡലത്തിൽ ഇരിക്കണം എന്നില്ല, ജസ്റ്റ് ഇങ്ങനെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ആയാലും നിന്നാൽ മതി. അതായത് കാലിങ്ങനെ ക്രോസ് ചെയ്തിട്ട് വെച്ചിട്ടായാലും നിന്നാൽ മതി. അപ്പൊ മന്നൻ ഇല്ലയെ കൂട, ലെഫ്റ്റ് ഹാൻഡിലും നമ്മൾ സെയിം മുദ്ര പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കാം. ഈ കൈയുടെ ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു സൈഡിലേക്കായിട്ട്, അതായത് ക്രോസ് ചെയ്യുന്നത് പോലെ വെക്കാം. സൈഡിലേക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ കാലുകൾ നമ്മൾ അതുപോലെ തന്നെ വെച്ചാൽ മതി. പക്ഷെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കുക, കാലുകളിൽ ഒന്ന് ഇരുന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈകളിലേക്ക് നോക്കുക. എങ്ങനെയാണ്? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് ഹാൻഡ് എടുത്ത് റൈറ്റ് കണ്ണില് ഇങ്ങനെ പിടിക്കുക. വിരലുകള് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കണ്ണിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പോ ഇളയ കണ്ണിൽ ഇമതിടാതെ, ആദ്യം റൈറ്റ് കൈ എടുത്ത് വെക്കുക, ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിയുക. പിന്നീട് ലെഫ്റ്റ് കൈ എടുത്ത് വെക്കുക, ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിയുക. അപ്പൊ ഇളയ കണ്ണിൽ ഇമതിടാതെ കണ്ണെ ഇങ്ങുമങ്ങുമേ തേട്. അപ്പൊ കാലുകളുടെ സ്റ്റെപ്പ് സെയിം തന്നെയാണ്. ജസ്റ്റ് ആദ്യം റൈറ്റ് ചെയ്യുക, പിന്നീട് ലെഫ്റ്റ് ചെയ്യുക. അപ്പൊ കൈകളുടെ സ്റ്റെപ്പിൽ ചെറിയൊരു ചേഞ്ച്, ജസ്റ്റ് താടിയുടെ താഴെയായിട്ടാണ് വെക്കേണ്ടത്. അപ്പൊ ലെഫ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, റൈറ്റ് കൈ താടിയുടെ താഴെയായിട്ട് വെക്കുക. പിന്നീട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ താടിയുടെ താഴെയായിട്ട് വെക്കുക, റൈറ്റ് കൈ ഇങ്ങനെ വെക്കുക. പിന്നെ നെക്സ്റ്റ് ലൈൻ വരുന്നത് അപ്പൊ ആ സ്റ്റെപ്പിൽ നമ്മൾ ഈ 3 വിരൽ ഇങ്ങനെ പിടിക്കാം. ഈ നടുവിലത്തെ 2 വിരലും ഈ തള്ളവിരലും കൂടി ഇങ്ങനെ കൂട്ടിയിട്ട് പിടിക്കുക. ഈ 2 വിരൽ ഇങ്ങനെ ഉയർത്തിയിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് പിടിക്കുക. ആ ഒരു സ്റ്റെപ്പ് കളിച്ച് കുറച്ച് മുന്നിലേക്ക് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഇരവും പോകുന്നത് പകലും പോകുന്നത്, പിന്നെ മന്നനില്ലയെ കൂടെ, പിന്നെ ഇളയ കണ്ണി ഇമതിടാതെ കൺ ഇങ്കും അങ്ങുമേ തേട്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പോസ് ചെയ്തിട്ടല്ലേ ഉള്ളത്.
അപ്പൊ അതേ രീതിയിൽ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നടക്കുക. ഇങ്ങനെ പിടിക്കുക, ഈ കൈ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ പിടിക്കുക. ഈ ഒരു രീതിയിൽ ചെയ്താലും മതി. ചൂണ്ടുവിരൽ ഉയർത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചാലും മതി. എല്ലാ വിരലും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ചാലും മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ആയർപാടി കണ്ണനി, ജസ്റ്റ് 2 സ്റ്റെപ്പ് മുന്നിലേക്ക് നടക്കുക. കാലുകൾ നമ്മളൊന്ന് ഉയർത്തിയിട്ട് വെക്കുക. 1 2 ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് നടക്കുക. വളരെ സ്ലോലി നടക്കുക. ഇത് വളരെ സ്ലോ ആയിട്ടുള്ള സോങ് ആണ്, അപ്പൊ സ്ലോ ആയിട്ട് നടക്കുക. അപ്പൊ ആ സ്റ്റെപ്പ് വരുന്നത് ആയർപാടിയിൽ കണ്ണനിയോ, എന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. അതായത് നമ്മളെ എന്താ പറയാ, റൈറ്റ് കാലെടുത്ത് ബാക്കില് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. ചെറുതായിട്ട് ആ കാലുകളിലൊന്ന് ഇരുന്ന് കൊടുക്കുക. നേരത്തെ പിടിച്ചില്ലേ കൃഷ്ണനെ, അതുപോലെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് സൈഡ് പിടിക്കുക. എന്നിട്ട് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ പിടിച്ച് തലയിൽ ഇങ്ങനെ വെക്കുക. റൈറ്റ് ഹാൻഡിൽ ഇങ്ങനെ മോതിരവിരല് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് തള്ളവിരല് കൊണ്ട് മോതിരവിരല് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തലയിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കൃഷ്ണ പോസിൽ നിൽക്കാം. ഒന്നിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡ് നോക്കിയിട്ട് തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് നോക്കിയിട്ട് നിൽക്കാം. അതിനുശേഷം അവിടെ ചെറിയൊരു മ്യൂസിക് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ 2 കൈകളും ഇവിടെ പിടിക്കുക. അതായത് നമ്മുടെ ഡ്രസ്സിൽ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ബാക്കിലോട്ടേക്ക് 2 സ്റ്റെപ്പ് നടക്കുക. നമ്മൾ 2 സ്റ്റെപ്പ് നേരത്തെ മുന്നിലേക്ക് നടന്നുകൊണ്ട് നമ്മൾ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് നടക്കുക. ഇങ്ങനെയാണ്. ആദ്യം റൈറ്റ് കാല് ബാക്കിലെടുത്ത് വെച്ചു, പിന്നെ ലെഫ്റ്റ് കാലെടുത്ത് വെച്ചു, പിന്നെ സമത്തിൽ നിൽക്കുക. റൈറ്റ് കാല് ആദ്യം വിരലുകളിൽ വെക്കുക, പിന്നെ പ്രസ് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് കാല് എടുക്കുക, ബാക്കിൽ വിരലുകളിൽ വെക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം 2 കാലും സമത്തിൽ വെക്കുക. അതിനുശേഷം വരുന്നതാണ് അവിടെ ചെറിയൊരു മ്യൂസിക് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ എന്താണ്, ആദ്യം റൈറ്റ് സൈഡിൽ ചെയ്യാം. കൈകള് ഇവിടെ നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിച്ച് ഇവിടുന്ന് എടുത്ത് മുകളിൽ നിന്ന് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിലേക്ക് കാലെടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കൈ കൊണ്ട് ലെഫ്റ്റ് സൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് കാലെടുത്തിട്ട് ഇങ്ങനെ വെക്കാം. ആദ്യം 1, പിന്നെ 2. അതായത് കാലുകൾ എടുത്തു വെക്കുക തന്നെ വേണം. ആദ്യം റൈറ്റ് സൈഡ് എടുത്ത് വെച്ചു, പിന്നീട് ലെഫ്റ്റ് കാല് ജസ്റ്റ് ഒന്ന് ഉയർത്തിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്തു. പിന്നെ 2 കൈകളും നെഞ്ചിന് നേരെ പിടിക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക, ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവന്ന് കറങ്ങിയിട്ട് 2 കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വിടർത്തി പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പിടിക്കാം. ഇങ്ങനെയാണ്. ഇവിടുന്ന് നെഞ്ചിന് നേരെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവന്ന് സൈഡിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ വളരെ സ്ലോ ആയിട്ട് കറങ്ങിയാൽ മതി. വളരെ സ്ലോലിയാണ് കറങ്ങേണ്ടത്. എന്നിട്ട് മുന്നിലേക്ക് ഇങ്ങനെ പിടിക്കാം. അവിടെ അങ്ങനെ മ്യൂസിക് വരുന്നുണ്ട്. അപ്പൊ അതിനുശേഷം വീണ്ടും ആ ഒരു ലൈന് ആയർപാടിയിൽ കണ്ണനില്ലയോ ആസൈവൈപ്പത്, അത് കുറച്ച് ചെറിയൊരു സ്പീഡിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിൽ നമ്മൾ നേരത്തെ പിടിച്ചില്ലേ, അതുപോലെ തന്നെ കൈകൾ പിടിക്കുക. പക്ഷെ നേരത്തെ ഇവിടെ നമ്മൾ നെഞ്ചിന് നേരെയായിട്ടല്ല ഇങ്ങനെ കറക്കിയത്. അത് നെഞ്ചിന് നേരെയായിട്ടല്ല, തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് കറക്കുക. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ചെയ്യേണ്ടത് 1 2 ഇങ്ങനെയാണ്. ആയർപാടിയിൽ, പിന്നെ റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു വെച്ചു, തിരിച്ചു കൊണ്ടുവന്നു. ലെഫ്റ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് എടുത്തു വെച്ചു, തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് വീണ്ടും റൈറ്റ് കാല് ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് കാല് റൈറ്റ് സൈഡ്, ഇങ്ങനെ ചെയ്യാം. അപ്പൊ കൈകൾ നമ്മൾ ആദ്യം 1 2 സ്റ്റെപ്പിന് കൈകൾ ഇങ്ങനെ പിടിക്കാം. 1 2. അതിനുശേഷം കൈകള് കൃഷ്ണനെ പിടിക്കുക. നേരത്തെ പിടിച്ചില്ലേ, അതുപോലെ പിടിക്കുക. എന്നിട്ട് 3 4 ചെയ്യാം. എങ്ങനെയാണ്? 1 2 3 4 ഇങ്ങനെ ചെയ്യാം. സ്ലോലി ചെയ്താൽ മതി. സ്ലോ ആയിട്ട് പോകുന്ന പാട്ടാണ്.
അപ്പൊ ആയപ്പാടിയിൽ കണ്ണനില്ലയോ, പിന്നെ വരുന്നത് ഇതൊക്കെ ചെയ്തില്ലേ. അപ്പൊ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് അതില്. ജസ്റ്റ് കൈകൾ രണ്ടും മുന്നിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ആദ്യം റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യാം. അപ്പൊ കൈകള് മുകളിലേക്ക് കൊണ്ടുവന്ന് രണ്ട് കൈകളും സൈഡിലേക്ക് വരും. ജസ്റ്റ് 1 2. പിന്നീട് നമ്മൾ റൈറ്റ് സൈഡ് ചെയ്യാം. അപ്പൊ 3 4. ഓക്കെ, ഇങ്ങനെയാണ് 1 2 3 4. ജസ്റ്റ് കാലുകള് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തി ഇങ്ങനെ വെക്കുക. ഓക്കെ, പിന്നീട് വരുന്നതാണ് കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടി പിടിക്കുക. റൈറ്റ് കൈ റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്കും ലെഫ്റ്റ് കൈ ലെഫ്റ്റ് ബാക്ക് കോർണറിലേക്കുമായിട്ട് നീട്ടി പിടിക്കുക. ജസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് നീട്ടിയിട്ട് കറങ്ങുക. എന്നിട്ട് ഈ ഒരു പോസിൽ ഇരിക്കാം. അതായത് നമ്മളിപ്പോ കാണിച്ചില്ലേ, രാധയെ കാണിക്കുമ്പോഴും കൃഷ്ണനെ പിടിക്കുമ്പോഴൊക്കെ കാണിച്ചില്ലേ, സെയിം മുദ്ര തന്നെയാണ്. റൈറ്റ് ഹാൻഡില് നെഞ്ചിന് നേരെ ആയിട്ട് പിടിക്കുക. ലെഫ്റ്റ് ഹാൻഡ് ചെറുതായിട്ട്, ലെഫ്റ്റ് ഹാൻഡ് വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോ ഒന്ന് ഇങ്ങനെ ചെയ്യാം, കൈകൾ ഇങ്ങനെയൊന്ന് ചെയ്തിട്ട് പിടിക്കാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കാലുകൾ ഇങ്ങനെയൊന്ന് തിരിച്ചിട്ട് വയ്ക്കാം. ജസ്റ്റ് നമ്മൾ വിരലുകളിൽ കുത്തിയിട്ട് കാല് വെക്കുക. എന്നിട്ട് ഒന്ന് സൈഡിലേക്ക് തിരിച്ചു കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെയൊന്ന് തിരിച്ചു കൊടുക്കുക. കാലുകൾ തിരിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ഹിപ്പ് കൂടി തിരിച്ചു കൊടുക്കുക. അപ്പോ എന്താ പറയാ, 3 ഒരുമിച്ച് ചെയ്യുക. ഹിപ്പ് തിരിക്കുക, കാല് തിരിക്കുക, അതുപോലെ തന്നെ കൈയും ജസ്റ്റ് ഒന്ന് തിരിക്കുക. എങ്ങനെ ചെയ്യേണ്ടത്, ഇങ്ങനെ തിരിച്ച് ചെറുതായിട്ട് ഒന്ന് ഇരുന്നു കൊടുക്കുക. ആ കാലുകളിൽ അരമണ്ഡലത്തിൽ ഒന്ന് ഇരുന്നു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കറങ്ങുക, എന്നിട്ടൊന്ന് ഇരിക്കുക. അതിനുശേഷം വീണ്ടും വരികയാണ് യമുനയാറ്റിലെ. അപ്പൊ നമ്മള് മുന്നിൽ ആദ്യം കളിച്ചില്ലേ, സെയിം സ്റ്റെപ്പ് തന്നെ കളിക്കുക. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ജമ്പ് ചെയ്തിട്ടാണ് ചെയ്തത്. പക്ഷെ അതുപോലെ ചെയ്യേണ്ട, കാരണം ഈ ഒരു ലൈൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ലൈൻസ് തുടങ്ങുന്നുണ്ട് യമുനയാറ്റിൽ. അപ്പൊ നമുക്ക് അവിടെ ജമ്പ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം യമുനയാറ്റിലെ അവിടെ സെയിം പൊസിഷനിൽ നിന്നിട്ട് തന്നെ ചെയ്താൽ മതി. യമുനയാറ്റിലെ, പിന്നെ ഈരക്കാറ്റിലെ, നേരത്തെ കണ്ണനോട് താനാട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ജസ്റ്റ് 1 2 എന്ന് പറഞ്ഞിട്ട് മുന്നിലേക്ക് വരുന്നുണ്ട് വരാം. അല്ലെങ്കിൽ ജസ്റ്റ് 1 2 ജസ്റ്റ് ഒരു പോസ് മാത്രം കൊടുത്താൽ മതി. 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വരണം എന്നില്ല, ഒരു സ്റ്റെപ്പ് കളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ കണ്ണനോട് താനാട. പിന്നെ അതിനുശേഷം വരുന്ന, നമ്മൾ നേരത്തെ പാർവ്വതീയുടെ ഇങ്ങനെ ചെയ്തു. പക്ഷെ ഈ ഒരു ലൈനിൽ അങ്ങനെ ചെയ്യേണ്ട, കാരണം വളരെ സ്ലോ ആയിട്ടാണ് ആ ലൈന് വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മാത്രം കാണിച്ചാൽ മതി. പാർവ്വതീയുടെ ജസ്റ്റ് നമ്മൾ കൈകളിലേക്ക് നോക്കുക, എന്നിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുക. കൈ ഇങ്ങനെ പൂ കാണിക്കുക, അങ്ങനെ വിടർത്തി കൊടുക്കുക. പിന്നെ പാതി പാത്തിയുടെ ജസ്റ്റ് അതുപോലെ തന്നെ ചെയ്യാം. വളരെ സ്ലോലി ചെയ്യുക സ്റ്റെപ്പ്. അതായത് പാവി പൂത്തിട കഴിഞ്ഞിട്ട് പിന്നീട് ലെഫ്റ്റ് കൈ എടുത്ത് ലെഫ്റ്റ് സൈഡിൽ വെക്കുക. റൈറ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കൊണ്ടുവരാം. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുക്കും പോലെ കൊണ്ടുവരാം. പാവി രാധയോ വാട. അപ്പൊ നടക്കുമ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് നടക്കുക. ഇങ്ങനെയാണ് 1 2 3. ഇങ്ങനെയാണ് 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ കാലുകളിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ താഴേന്ന് സൈഡിലേക്ക് നോക്കുക. താഴേന്ന് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിട്ട് നോക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് താഴേന്ന് റൈറ്റിലേക്ക് നോക്കിയാലും മതി. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ട്യൂട്ടോറിയൽ. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം.